ചന്തയിൽ പോവാലോ. ചന്ത തുടങ്ങട്ടെ. തുടങ്ങിയിട്ടില്ലാലോ. ഇവരിന്ന് 26-നല്ലേ തുടങ്ങുന്നേ. തുടങ്ങട്ടെ, പോവാ. പോന്നല്ലേ ശരി തന്നെ. പക്ഷെങ്കിൽ ആടെ എത്തിയിട്ട് അതിൻ്റെ കാരണോ എനിക്ക് ഇതിൻ്റെ കാരണോ നൈലി കാറ്റണം നീലി കാറ്റണം എന്നുള്ള വർത്താനം എന്നോട് പറയാറ്. അത് മാണ് ഇത് മാണ് അതൊന്നും എന്നോട് പറയാറ്. അതൊന്നും പറയൂല, എടുക്കൂല എന്ന് ഉറപ്പുണ്ടേ മാത്രം ചന്തയിൽ പോവാ. ഒരു വീറ്റ തൊട്ടില്ല, ഒരു തോണി തൊട്ടില്ല, എന്തെങ്കിലും കാരണം 100-110 റുപ്യ. കഴിഞ്ഞ കൊല്ലം 100 റുപ്യനും കൊല്ലം ഇനിയിപ്പോൾ 110 റുപ്യ ആയിരിക്കും. പാസ്സായിട്ട് കിട്ടിയിട്ട് അങ്ങനെ കണ്ട് കാര്യമൊന്നല്ലാണ്ട് പൈസ കൊടുത്തിട്ട് കാര്യം പരിപാടിക്കില്ലേ. ചന്തയിൽ പോവാ, എല്ലാം എന്താക്കുക, നടന്ന് കാണുക. എല്ലാം നടന്ന് കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങ് പോരാ. മാണ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സാധനം തിന്നതിനല്ല അലുവയോ പൊരിയോ അങ്ങനത്തെ എന്തെങ്കിലും ആവും വാങ്ങാം. അല്ലാണ്ട് കണ്ണ് കണ്ടാതും കണ്ണ് കണ്ടിതും അതൊന്നും വാങ്ങാൻ ഞാൻ നിൽക്കൂല. കേട്ടുക്കാ. എൻ്റെ അടുത്ത് അതിനോട്ട് പൈസ എനിക്ക് കിട്ടുകയില്ല. കതീഷ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ചന്തയിൽ നിന്ന് ഞാൻ ഭരണിയോ അതും ഇതെല്ലാം വാങ്ങിക്കാനും ഇപ്പോൾ ഉണ്ട് പുരയിൽ. നല്ല സാധനം, ചൂടിപ്പായായിക്കോട്ടെ, എല്ലാം നല്ലതാ. അതുകൊണ്ട് ഇപ്രാവശ്യം എന്താക്കണം, കുറച്ചും കൂടിയും ഭരണിയോ അങ്ങനത്തെ കാണോ നല്ല മൊഞ്ചില്ല ഭരണിയോ അതും ഇതെല്ലാം ഉണ്ടാവും മോളെ. അതെല്ലാം വാങ്ങണം ഇപ്രാവശ്യം പോയിട്ട്. ആളല്ലോ ഇനി തിരക്കല്ലൊന്ന് കുറഞ്ഞോട്ടെ. ചോപ്പം കുത്തെല്ലാം കഴിഞ്ഞാൽ തിരക്കങ്ങ് കുറയും. അതിനുശേഷം പോയാൽ മതി. നമുക്ക് ഒരേ ദിവസം ചോപ്പം കുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പോവാട്ടാ. പിന്നെ നമുക്ക് എന്താക്കാളെ എല്ലാം വെത്തയും പോലെ ഓരോരുത്തരും കാര്യമായിട്ട് അലിവേൻ്റെ കുണം നോക്കിയിട്ട് അങ്ങ് നടന്നാളെയാ. ഏതെങ്കിലും ഒരുത്തേന്ന് വാങ്ങാം. എല്ലായിടത്തും നമുക്ക് എന്താക്കാം, ഒലിങ്ങ് തരുമല്ലോ. ഒലി തിന്നോക്ക് നട്ടിങ്ങനെ തക്കരിക്കൂലേ. നമുക്കങ്ങനെ ഓരോന്ന് വാങ്ങി അങ്ങ് തിന്നാം. ലാസ്റ്റ് ഏതെങ്കിലും ഒരു വീടിയ നട്ടം വാങ്ങാം ലേശം. അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്യൽ.